വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശിവനാണെങ്കിൽ കുട്ടികളെ വിളിക്കാനായിട്ട് സ്കൂളിലേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം സത്യയും പപ്പിയും 2 ട്രോഫിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അന്നേരം വീണ്ടും സമ്മാനം കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം കഥാരചനയ്ക്കും കവിതാരചനയ്ക്കും ഒക്കെയാണ് കിട്ടിയതെന്ന് പറഞ്ഞ് 2 പേരും ട്രോഫി കാണിക്കുന്നു. അന്നേരം നല്ല മുത്താണെന്നൊക്കെ പറഞ്ഞ് ശിവൻ 2 പേർക്കും മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം ശരി, നമുക്കിത് വീട്ടിൻ്റെ ഷോ കേസിലെ വാതുക്കൽ തന്നെ വയ്ക്കാം, അപ്പോൾ എല്ലാവരും കാണട്ടെ, കഥാരചനയും കവിതാരചനയും ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്നിരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം പപ്പി പറയുന്നുണ്ട്, അത് നമുക്ക് സത്യം പറയുകയാണ്, രോഹിത് അങ്കിളിനെ ശ്യാമാൻ്റിയൊക്കെ കാണിക്കണ്ടേ, അവരെ കൂടി കാണിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ അവിടേക്ക് പോകണമെന്നാണോ പറയുന്നത്? അപ്പോൾ സത്യാമ്മ അറിഞ്ഞാൽ വഴക്ക് പറയില്ലേ, നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ട് ചെല്ലാനല്ലേ പറഞ്ഞതെന്നൊക്കെ പറയുകയാണ്. അന്നേരം ശിവൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ഐഡിയ പറയാം, ഞാൻ ഇത് തൽക്കാലം ഈ ട്രോഫി കൊണ്ടുപോയി അവരെ കാണിക്കാം, ഇന്ന് കളക്ഷന് പോകുന്ന ആ വഴിയാണ്, നിങ്ങളെ കൂട്ടി വേറൊരു ദിവസം വരുമെന്ന് പറയുകയും ചെയ്യാം, അപ്പോൾ എല്ലാം നടക്കുമല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ആ ശരി എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ശിവൻ ഈ കുട്ടികളെ കൊണ്ട് പോവുകയാണ്. അന്നേരം അവർ വീട്ടിലാക്കിയിട്ട് പിന്നീടാണ് ഈ കുടുംബശ്രീ വീട്ടിലേക്ക് വരുന്നത്. അതേസമയം അവിടെ കുടുംബശ്രീ വീട്ടിലാണെങ്കിൽ റസാക്കും പോലീസുകാരും ഒക്കെ എത്തുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ ഇറങ്ങി വരികയാണ്. അന്നേരം ഞാൻ വന്ന കാര്യം മനസ്സിലായല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാർ എന്ന് പറയുകയാണ്. അന്നേരം എന്ന് പറയുമ്പോൾ പിന്നെ എന്നെപ്പോലൊരു പിന്നെ ഇത്രയും ആയിട്ട് മനസ്സിലായില്ലോ എന്ന് ചോദിക്കുക. അന്നേരം സാറിനെ പോലൊരു ഉദ്യോഗസ്ഥൻ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവണമല്ലോ, അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. അന്നേരം പഠിച്ച കള്ളനാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ റസാക്ക് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ശാരിയോടും ശ്യാമയോടും ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്കൊന്നും അറിയില്ലല്ലേ, ഞാൻ വന്ന ആളായോ ഇപ്പോൾ തെറ്റുകാരൻ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ശാരിയും ശ്യാമയും നിൽക്കുകയാണ്. അന്നേരം ഇത് കൊള്ളാം, ഇവിടുത്തെ ആർക്കും ഒന്നും അറിയില്ല, ഞാനാണ് ഇപ്പോൾ വലിഞ്ഞു കയറി വന്നത്, ഇത്രയൊക്കെ ആയിട്ടും ഇവിടെ നിന്ന് ഒരാൾ മിസ്സിങ് അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഈ ശാരിക്കും ശ്യാമയ്ക്കും പിടികിട്ടുന്നത്. ഗോപാലകൃഷ്ണൻ മനസ്സിലായിട്ടും മനസ്സിലാക്കാത്ത നടിക്കുന്നത് തന്നെയാണ്. അന്നേരം നിങ്ങളുടെ അമ്മ എവിടെയും ചോദിക്കുകയാണ്. അന്നേരം ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം എവിടെയും ഗോപാലകൃഷ്ണനോട് ചോദിക്കുമ്പോൾ ഇവിടെ ഇല്ല, എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം അപ്പോൾ കൊള്ളാം, നിങ്ങൾ അല്ലേ കൂട്ടിക്കൊണ്ട് പോയതെന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ നിങ്ങൾ എവിടെ നിന്നോ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യം എന്തോ, ഞാൻ എൻ്റെ ഭാര്യ എന്തിന് മാറ്റി പാർപ്പിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം റസാക്ക് വീണ്ടും മാറ്റി പറയുന്നുണ്ട്. റസാക്ക് പറയുന്നത്, അപ്പോൾ നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഭാര്യയെ കൊന്നു, സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ കൊന്നു, അതല്ലേ വാസ്തവം എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നു, വീട്ടിൽ കയറി തെമ്മാടിത്തരം പറഞ്ഞാൽ സാറിനെയും കൊല്ലും, ഞാനും ചാവും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ സമ്മതിക്കുന്നു അല്ലേ കൊലയാളിയാണ് എന്നുള്ളത്? ഒരു പോലീസുകാരനെ നേരെ വരെ കൊല്ലുമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം ക്രിമിനലാണെന്നുള്ള എനിക്ക് മനസ്സിലായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ശരദമ്മയെ കൊണ്ടുപോയത് ഗോപാലകൃഷ്ണൻ അല്ല എന്നവിടെ തീർത്ത് പറയുമ്പോൾ റസാക്ക് ശാരിയോട് ശ്യാമയോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അമ്മയെ കൊണ്ടുപോയത് നിങ്ങളുടെ അച്ഛനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുക. അന്നേരം ദേ കേൾക്ക്, ആദ്യത്തെ സാക്ഷി നിങ്ങളുടെ മകൾ തന്നെയാണെന്ന് ശ്യാമയാണത് പറയുന്നത്. അന്നേരം ഇല്ല എന്ന് നിഷേധിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും ഇങ്ങനെ നിങ്ങൾ സ്വത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ബോഡി എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ എന്ത് തെമ്മാടിത്തരമാണ് പറയുന്നതെന്നും പറഞ്ഞ് റസാഖിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയാണ്. അന്നേരം അത് ശരി, അപ്പോൾ പിന്നെ എന്തായാലും ഒരു യൂണിഫോം ഇട്ട പോലീസുകാരൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചതേക്ക് നിങ്ങൾക്കൊരു ശിക്ഷ തരണ്ടേന്ന് പറഞ്ഞ് ഇങ്ങോട്ട് മാറി നിൽക്കണമെന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണനെ പിടിച്ചങ്ങോട്ട് എറിയുകയാണ്. അന്നേരമാണ് ശിവൻ ഇങ്ങനെ വരുന്നത്. ശിവൻ്റെ ജീപ്പിന് മുന്നിലേക്ക് ഗോപാലകൃഷ്ണൻ വന്ന് വീഴുന്നതും ഒക്കെ. അന്നേരം റസാഖിനെ കണ്ടിങ്ങനെ ശിവനിങ്ങനെ നോക്കി, ശിവൻ ഇറങ്ങുന്നതൊക്കെ റസാഖ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്നേരം എന്താ സംഭവം എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു മര്യാദ ഇല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ശിവനാണെങ്കിൽ പിടിച്ച് റസാഖ് അങ്ങോട്ട് പുറകോട്ട് തള്ളുകയാണ്. നീ മാറി നിൽക്ക് ശിവ, നീ ഇതിൽ ഇടപെടണ്ട എന്ന് പറയും. ഇത് കളക്ടർ ശാലിനി മാഡം ഇതിൻ്റെ ഓർഡറാണ്, പിന്നെ ചോദ്യം ചെയ്യാനെന്നുള്ളത്. അന്നേരം പിന്നെ ഒരു സംശയമുണ്ടെന്നല്ലേ ഉള്ളൂ, അല്ലാതെ കൊലപാതകമാണെന്ന് എഴുതി ഒപ്പിട്ട് തന്നിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ചോദ്യം ചെയ്യാം, പക്ഷേ അതൊരു മാന്യമായ രീതിക്ക്, അല്ലാതെ ഉണ്ടെങ്കിൽ ഞാൻ ഇടപെടുമെന്ന് പറയുക. അന്നേരം നീ എന്തിനത് ഇടപെടുന്നു എന്നും പറഞ്ഞ് അവർ തങ്ങളൊരു വാക്ക് തർക്കം. അന്നേരം ഒരു പൗരൻ എന്ന നിലയിൽ അക്രമം കണ്ടാൽ അത് ഞാൻ 3 നേരവും ചോറ് തന്നെയാണ് കഴിക്കുന്നത്, അത് ഇടപെടുക തന്നെ ചെയ്യും, അതെൻ്റെ ഒരു അവകാശമാണ് എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ പോലീസിൻ്റെ കൈക്കരുത്ത് നീ അറിയും, കാക്കിയുടെ പവറുണ്ട് ഇതിൽ എന്നൊക്കെ ഇങ്ങനെ ഈ റസാഖ് പറയുകയാണ്. അന്നേരം ശിവൻ അങ്ങോട്ടാകെ കളിയാക്കിയാണ്, റസാഖിനെ കളിയാക്കിയാണ് സംസാരിക്കുന്നത്. റസാഖെ എന്ന് വിളിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അന്നേരം ഈ ശാരിയും ശ്യാമയും ഗോപാലകൃഷ്ണനൊക്കെ നോക്കുന്നുണ്ട് ശിവൻ ഇങ്ങനെ പോലീസുകാരനോട് സംസാരിക്കുന്നത്, ഈ പേര് വിളിച്ച് സംസാരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അന്ന് പണ്ട് കോളേജിൽ ആർട്സ് ഡേയുടെ തലേ ദിവസം നിന്നെ സ്റ്റഡി ജംഗ്ഷനിൽ വെച്ച് ഒരു ആളിൻ്റെ പേര് പറയുന്നുണ്ട്, അവരെല്ലാവരും കൂടി തല്ലിയപ്പോൾ ഈ പവറൊന്നും നീ കണ്ടില്ലല്ലോ, നിനക്ക് എന്നാടെ ഈ കാക്കി ഉണ്ടായത്, അന്ന് ഈ കാക്കി ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരത്തേക്ക് റസാഖിനൊരു ഫോൺ കോൾ വരുന്നുണ്ട്. അപ്പോൾ ജീപ്പ് ഇരിക്കുകയായിരുന്നു ഫോൺ. അന്നേരം എടുത്തുകൊണ്ട് വാടാമെന്ന് പറയുമ്പോൾ കോൺസ്റ്റബിൾ എടുത്തുകൊണ്ട് വരുന്നുണ്ട്.
അന്നേരം ശരി അങ്ങനെയാണോ എങ്കിലെന്ന് പറഞ്ഞ് ഓ ശരി എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ്. എന്താണെന്നുള്ളത് കാണിക്കുന്നില്ല. തുടർന്ന് പറയുന്നുണ്ട് തൽക്കാലം പിന്നെ നീ പിന്നെ ഇപ്പോൾ രക്ഷപ്പെട്ടു എന്ന് ഗോപാലകൃഷ്ണനോട് പറയുന്നത്. ഇങ്ങനെ എപ്പോഴും രക്ഷിക്കാനായിട്ട് അംഗരക്ഷനൊന്നും കാണില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് ശിവനോട് പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ പോവുകയാണ്, പക്ഷേ എനിക്കുള്ള കറക്റ്റായിട്ടുള്ള ഉത്തരം കിട്ടുന്നത് വരെ ഞാനിങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും, അതിൽ ആരും ഇടപെടാനൊന്നും വരണ്ട എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണനോട് പറയുന്നുണ്ട്. ഇത് മുഹമ്മദ് റസാഖാണ്, TA റസാഖ്, തെറ്റയിൽ മുഹമ്മദ് റസാഖ് എന്ന് പറഞ്ഞിട്ട് റസാഖ് ജീപ്പിലേക്ക് കയറാനായിട്ട് തുടങ്ങുമ്പോൾ ശിവൻ ഒന്ന് നിൽക്കണമെന്ന് പറയുകയാണ്. എന്നാൽ റസാഖ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ശിവൻ ഇങ്ങനെ പുറകോട്ട് നടന്ന് റസാഖിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ടും ശിവനങ്ങ് കുറേ ഡയലോഗ് അടിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഈ TM റസാഖ് എന്നുള്ളത് മാറ്റി പിടിക്കുന്നതാണ് നല്ലത്. തെറ്റയിൽ മുഹമ്മദ് റസാഖ് അതൊരു തെറ്റ് തന്നെയാണ്, പിന്നെ നീയും കൂടി ഒരു വലിയ തെറ്റ്, അതെല്ലാം കൂടി ആകുമ്പോൾ മൊത്തത്തിലാകെ തെറ്റാകും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ശരി നീ ചെയ്യാൻ നോക്ക് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം നീ ഒന്ന് മാറി നിൽക്കണം, നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും. ഒരു ക്രിമിനലിൻ്റെ അവസാനം മറ്റൊരു ക്രിമിനലിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മുഷ്ടി ഉള്ള ചങ്കുറ്റമുള്ളൊരു പോലീസുകാരൻ്റെ കയ്യിൽ എന്ന് പറയുമ്പോൾ, പക്ഷേ അതിലും നീ ഉൾപ്പെടുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. കളിയാക്കി സംസാരിക്കും. അന്നേരം ഒന്ന് പോടാ, നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് റസാഖ് ജീപ്പിൽ കയറി പോകുന്നുണ്ട്. പിന്നെ ശിവനാണെങ്കിൽ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം ശാലിനി, ഇങ്ങനെ അച്ഛനെതിരെ ഒരു പരാതി കൊടുക്കാനായിട്ട് എന്താണ് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാനിതൊന്നും അറിഞ്ഞതില്ല, ശാരദയെ കാണാതായിരിക്കുകയാണ്, ഞാൻ കൊണ്ടുപോയി ഒളിപ്പിച്ചിരിക്കുന്നു, ഞാൻ കൊന്നു എന്നൊക്കെയാണ് ഇവരും പോലീസുകാരും ഒക്കെ പറയുന്നത്. ഞാനിതൊന്നും അറിഞ്ഞ കാര്യമല്ല, ഞാൻ എൻ്റെ ശാരദയെ കൊല്ലുമെന്ന് തോന്നുന്നുണ്ടോ മോനെ, നീ എന്നെ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞ് ശിവൻ്റെ കൈ ഇങ്ങനെ ഗോപാലകൃഷ്ണൻ പിടിക്കുന്നുണ്ട്. അന്നേരം നീ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ എൻ്റെ ശാരദയെ കൊല്ലുമെന്ന് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ശിവൻ പെട്ടെന്ന് കൈ തട്ടി മാറ്റുന്നുണ്ട്. എന്നിട്ട് പറയണ എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, ഒരു മകൻ എന്ന നിലയിൽ ഇവിടെ ഒരു പ്രശ്നം വന്നാൽ എന്തിനും ഞാൻ കൂടെ ഉണ്ടാകും, ശാരദാമ്മയെ നമുക്ക് കണ്ടുപിടിക്കുക തന്നെ ചെയ്യാം, ഇവിടെ ഒരു പ്രശ്നം വന്നാൽ മുഖം തിരിച്ചു പോകാനായിട്ട് എനിക്ക് സാധിക്കില്ല, ഒന്നുമില്ലെങ്കിലും ശാരദാമ്മ വിളമ്പി തന്ന ഭക്ഷണം ഞാൻ കുറേ കഴിച്ചിട്ടുള്ളതല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാരികയും ശ്യാമയും കൂടി ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ശ്യാമ ചോദിക്കണം ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നോ എപ്പോൾ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശിവനത് കേൾക്കുന്നുണ്ട്. എന്നിട്ട് ശിവൻ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇവരോട് പറയുകയാണ്, എന്തായാലും സംഭവം ദുഃഖകരം തന്നെയാണ്, നിങ്ങളുടെ സങ്കടത്തിൽ ഞാനും പങ്കുചേരുന്നു, എന്തായാലും ശാരദാമ്മയെ നമുക്ക് കണ്ടുപിടിക്കാം, ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് തന്നിരിക്കും, അതും ഇവിടെ, ഇത് എൻ്റെ വാക്കാണ് എന്നിങ്ങനെ പറയുകയാണ്. ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശിവൻ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട്. അതേസമയം അവിടെ വേലായുധൻ്റെ വാടക വീട്ടിലിരുന്ന കൊണ്ട് ഡെയ്സി ആണെങ്കിൽ പിന്നെ സുസ്മിതയെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം ചേച്ചി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ എത്തി താമസം തുടങ്ങി എന്ന് പറയുന്നുണ്ട്. അന്നേരം എന്താണ് ശിവൻ്റെ പ്രതികരണം ചോദിക്കുമ്പോൾ എന്നെ കാണുന്നതേ ചതുർത്ഥി തന്നെയാണ്, ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞു, ഞാൻ താലി അങ്ങോട്ട് കാണിച്ചു, ഇവിടെ താമസിക്കുമെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇനി A to Z കാര്യങ്ങളിൽ നിന്ന് ഇടപെടാൻ, പുറത്തേക്ക് പോകുമ്പോൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, എല്ലാത്തിലും വലിഞ്ഞു കയറി എങ്ങോട്ട് ചെല്ലണം എന്ന് പറയുകയാണ്. തുടർന്ന് ഡെയ്സി അങ്ങനെ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് തിരിച്ചു വരുമ്പോൾ എന്നെ കാണരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയതെന്ന് പറയുന്നുണ്ട്. അന്നേരം എങ്കിൽ നമ്മൾ ഒരു പടി മുന്നോട്ട് ചിന്തിക്കണം എന്ന് പറയുകയാണ്. അന്നേരം അവിടെ വെപ്പും കുടിയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആങ്ങളെയും പെങ്ങളും കൂടി ഹോട്ടൽ ഭക്ഷണമാണെന്ന് പറയുമ്പോൾ നീ ഒന്ന് അടുക്കളയിലേക്ക് ചെന്ന് അവിടെ പൂച്ച വെച്ച് കിടപ്പുണ്ടോ എന്ന് നോക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് ഫോണുമായിട്ട് ഡെയ്സി അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം അവിടെ ഓരോ പാത്രങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കുന്നുണ്ട്. അന്നേരം ഒരു ഗ്ലാസ് ചായ പോലും ഇവിടെ വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു, പൂച്ചയല്ല പുലി ഇവിടെ പെറ്റ് കിടക്കുമെന്ന് പറയുകയാണ്. അന്നേരം എനിക്ക് പിന്നെ അലമാരിയും തുറന്ന് നോക്കുക, ടിന്നു വല്ലതും ചായപ്പൊടിയോ തേയിലയോ അല്ല പഞ്ചസാരയോ അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന്, പൊടികൾ ഐറ്റംസ് വല്ലതും ഉണ്ടോ എന്ന് നോക്ക്. അന്നേരം എല്ലാം ഡെയ്സി നോക്കുന്നുണ്ട്, ഇവിടെ ഒന്നും ഇല്ല എന്ന് പറയുക. അന്നേരം ഇനി വേണം നമ്മുടെ ഐഡിയ എങ്ങോട്ട് പ്രയോഗിക്കാനായിട്ടെന്ന് പറഞ്ഞ് എന്തോ ഒരു ഐഡിയ സുസ്മിത അവിടെ ഡെയ്സിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ഡയലോഗ് കാണിക്കുന്നില്ല. ഇനി മുതൽ ആ വീട്ടിലെ സർവ്വ നിയന്ത്രണവും നിന്റെ കൈകളിൽ വരും, ആദ്യം നമുക്ക് സ്നേഹം കൊണ്ട് നോക്കാം, പിന്നീട് നമ്മുടെ ശത്രുത പുറത്തെടുത്താൽ മതി, നീ തെളിക്കുന്ന തേരിലൂടെ തന്നെ വഴിയെ തന്നെ ശിവൻ എന്ന മാടിനെ നമുക്ക് മെരുക്കിയെടുക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിക്കുകയാണ്. ഈ സമയത്ത് അവിടെ ഫ്രണ്ടിലാണെങ്കിൽ കമൽ ഓട്ടോയിൽ വന്നിട്ട് ആ ശനിയെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് അകത്തേക്ക് വരിക. അന്നേരം ആരോ വന്നു തോന്നി, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഡെയ്സി ഫോൺ വയ്ക്കുന്നുണ്ട്. വാതിൽ തുറന്ന ഡെയ്സി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ കമലിനിങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ ഡെയ്സി അടിമുടി നോക്കുകയാണ്. അന്നേരം ആരാ എന്താണെന്നൊക്കെ ചോദിക്കുകയാണ്. എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ആരാണെന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ വീടോ, അപ്പോൾ പിന്നെ ഇത് വേലായുധേട്ടൻ്റെ എന്നൊക്കെ ചുറ്റും നോക്കുന്നുണ്ട്. വേലായുധേട്ടൻ ഇനി മോള എന്നൊക്കെ ഇങ്ങനെ കമലിനാകപ്പാടെ ഒരു കൺഫ്യൂഷൻ. എന്നിട്ട് ഡെയ്സിയുടെ കസേരയിലേക്ക് അങ്ങോട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇവിടത്തെയാണ്, നീ ആരാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാനിവിടെ ആശാൻ്റെ ശിഷ്യനാണ്, ശിവൻ ആശാൻ്റെ ശിഷ്യനാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ എൻ്റെ ആശാൻ്റെ
ഭാര്യയാണ്, പേര് ഡെയ്സി എന്ന് പറയുന്നതാണ്. ഭാര്യ ഇതൊക്കെ എപ്പോൾ എന്നിങ്ങനെ കമലൻ ചോദിക്കുന്നുണ്ട്. കണ്ടില്ലേ ഇതേ താലി എന്ന് പറഞ്ഞാൽ ഡെയ്സി താലിയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അന്നേരം എന്നോട് ഇത് പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമാണെങ്കിൽ ഞാൻ ആശാനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് കമലിനെ ആണെങ്കിൽ ശിവനെ 2-3 തവണ വിളിക്കുന്നുണ്ട്. പക്ഷെ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം എന്താണെന്ന് ചോദിക്കും, കിട്ടുന്നില്ല എന്ന് പറയുകയാണ്. ഇനി കിട്ടാനൊക്കെ പാടായിരിക്കും, കുടുംബവും കുട്ടികളും ഒക്കെ ആകുമ്പോൾ അതൊക്കെ ഇത്തിരി പ്രയാസമെന്ന് പറയുക. അന്നേരം ഇത്ര പെട്ടെന്ന് എന്നാലും എനിക്ക് ആശാനെ കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യിക്കാനുണ്ടെന്ന് എന്നോടത്ത് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കമലിനാണെങ്കിൽ ആകെപ്പാടെ ഒരു കൺഫ്യൂഷനും ഒരു കോമഡി രംഗം പോലെയാണ് കാണിക്കുന്നത്. അന്നേരം നിനക്ക് ചെയ്യാനുള്ള പണിയോ അത് ഞാൻ ഇപ്പോൾ തരാം എന്ന് പറഞ്ഞിട്ട് ഡെയ്സി അകത്തേക്ക് പോയിട്ട് കുറേ ലിസ്റ്റ് എഴുതുകയാണ്. എന്നിട്ട് അത് കൊണ്ടുവന്ന് കമലിൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്നിട്ട് തൽക്കാലം നീ ഇത് പോയി വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് പറയുകയാണ്. തുടർന്ന് കമൽ ഇതെല്ലാം വാങ്ങിക്കണം, മുളക് പൊടി, മല്ലിപ്പൊടി, പഞ്ചസാര, തേയില, കുറേ മലക്കറി ഐറ്റംസ് എല്ലാം വെച്ച് അവസാനം തേങ്ങ എന്നും പറഞ്ഞ് നിർത്തുകയാണ്. അന്നേരം ഇതെല്ലാം ചോദിക്കുകയാണ്. അന്നേരം ഇതെല്ലാം ഒരു വീട്ടിലാകുമ്പോൾ ആദ്യം വേണ്ടത് അടുക്കളയാണ്. നമ്മുടെ വയറ് നിറഞ്ഞാൽ മനസ്സ് നിറയാൻ അങ്ങനെ കേട്ടിട്ടില്ലേ, അതുകൊണ്ട് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരിക എന്ന് പറയുക. അന്നേരം ഇത്രയും സാധനങ്ങൾ ഇതിനുള്ള പൈസയും ചോദിക്കുമ്പോൾ അത് നിൻ്റെ ആശാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ആശാനെ എന്നാലും കൊള്ളാമല്ലോ, ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് കമലൻ നിൽക്കുകയാണ്. അതിനുശേഷം വീണ്ടും സുസ്മിതയുടെ ആശ്രമത്തിലേക്ക് ജോൺ എബ്രഹാമായ ഒരു യൂട്യൂബർ ആ ചാനലുകാരനുണ്ടല്ലോ, എല്ലാം കൂടി സുസ്മിതയെ കാണാനായിട്ട് ചെല്ലുകയാണ്. അവർ വീണ്ടും ആ ഒരു ശാലിനിയെ ഒതുക്കുന്ന കാര്യം തന്നെയാണ് സംസാരിക്കുന്നത്. ജോൺ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ശാലിനിയെക്കാളും നമുക്ക് പെട്ടെന്ന് ഒതുക്കേണ്ട ശിവനെയാണ്. മുമ്പ് ശാലിനിയെ രക്ഷിക്കാനായിട്ട് വിഷ്ണു ആയിരുന്നു, അതിപ്പോൾ ഭർത്താവാണെന്നെങ്കിലും പറയാം. ഇതിപ്പോൾ ശിവനല്ലേ, യാതൊരു ബന്ധവുമില്ല. വീട്ടിൽ ഡ്രൈവർ പണിക്ക് വന്നവരാണെങ്കിൽ ആ പണി ചെയ്താൽ പോരെ, ഇങ്ങനെ ശാലിനിയെ ഉപദ്രവിക്കുന്നവരെയൊക്കെ പിടിച്ചിട്ട് ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എവിടത്തെ ന്യായമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശിവൻ്റെ കാര്യം പറയുമ്പോൾ സുസ്മിത ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്നു. ഒരു യൂട്യൂബർ ഒന്നും മിണ്ടാതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവർ വീണ്ടും അടങ്ങാനായിട്ട് ഉദ്ദേശമില്ല, വീണ്ടും അടുത്ത പണിയൊക്കെ ആയിട്ട് മുന്നേറുകയാണ്. ആ ഒരു യൂട്യൂബർക്ക് ശിവൻ കൊടുത്ത പണിയൊന്നും ഏറ്റില്ല എന്നാണ് തോന്നുന്നത്. ജോണിനും അതേപോലെ തന്നെയാണ്. വീണ്ടും ഇവർ മുന്നോട്ടിറങ്ങുക തന്നെയാണ് ചെയ്യുന്നത്. ഇനി ശാരദാമ്മയുടെ ആ ഒരു അന്വേഷണം എവിടേക്ക് നിൽക്കുമെന്നുള്ളതും ഡെയ്സിനെ എങ്ങനെയാണ് ശിവനെ കയ്യിലെടുക്കാൻ നോക്കുന്നത്, ഒരു പാചകമൊക്കെ ചെയ്ത് ആഹാരമൊക്കെ വെച്ച് അങ്ങനെ ആയിരിക്കും. അതൊക്കെ എന്താവുമെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.